ഇടയ്ക്ക് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പകരമായിട്ട് ഡിന്നറിന് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ കറിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. പാലിന് ചൂട് കൂടി പോരുത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഡ്രൈ ഈസ്റ്റാണ്. കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊങ്ങാൻ വെക്കണം, ഒരു 15 മിനിറ്റ്. അതിനുശേഷം മാത്രം മൈദ ചേർത്താൽ മതി. ഞാൻ പൊങ്ങാൻ വെക്കുന്നില്ല, നോർമൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാതെ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർക്കാൻ മറന്നിട്ട് ലാസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് അപ്പം ചേർത്തോളി. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുക്കണം. അപ്പോൾ പാല് ചേർത്താൽ മതിയാവുണ്ടാവില്ല. ഇളം ചൂടുള്ള വെള്ളം കൂടെ നമുക്ക് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കാൻ നോക്കുക. ഒരുപാട് ടൈറ്റാക്കി കുഴക്കേണ്ട, കുറച്ചൊന്ന് ലൂസിൽ കുഴക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിത് 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കണ്ണൂരിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ഭട്ടൂരയാണ് കേട്ടോ ഇത്. നോർമൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കാണുന്ന ഒരു ടൈപ്പ് അല്ല. ഇതിൻ്റെ കൂടെ മിക്കവാറും ഉണ്ടാവുക മയണൈസ് ചിക്കൻ കറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുക. ഇനി നമുക്ക് ഇതൊരു ബൗളിൽ തന്നെ മാറ്റാം. അതിലേക്ക് ഞാൻ ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഇനി ഇത് വെച്ചിട്ട് മേലെ നമുക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം. ഇതൊന്ന് ഡബിൾ സൈസ് ആവണം. ഏകദേശം 1 മണിക്കൂറൊക്കെ മതി ചൂടുള്ള സമയമാണെങ്കിൽ. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക. ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും ഇത്രയും കൂടെ ഒന്ന് വലുപ്പത്തിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് ഒരുപാട് തിന്നാക്കി പരത്തരുത്, കുറച്ച് കട്ടിക്ക് വേണം പരത്താനായിട്ട്. അപ്പോഴാണ് ഇത് നന്നായിട്ട് പൊങ്ങിയിട്ട് ഉള്ളിലൊക്കെ ഇങ്ങനെ ബണ്ണ് മാതിരി നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 4ആയിട്ട് ഇതേ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിന് ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് തിന്നുമായിട്ടല്ല ഉള്ളത്, കുറച്ച് കട്ടിക്കാണ്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉള്ളൊന്ന് വേവാനുള്ള സമയം കൊടുക്കും. ഒരുപാടൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരും, നമ്മുടെ പൂരി മാതിരി തന്നെ. പക്ഷേ ഒരു പൂരിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ ഉണ്ടാവുക. ഇതിൻ്റെ കൂടെ നമുക്ക് ചന്ന മസാല ഉണ്ടാക്കിയ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ചിക്കൻ, മട്ടൻ എല്ലാ കറിയും നല്ല കോമ്പിനേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് 2 സൈഡും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൂടുതലും ഇങ്ങനെയാണ് നമ്മൾ പാർട്ടിയിലൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിൽ നല്ല പൊള്ളയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഷവർമേൻ്റെ മസാല ഫില്ല് ചെയ്ത് ഒരു സ്നാക്കായിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ട് ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഡിയാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.